വെൽക്കം ബാക്ക് ടു മച്ച്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ തിയേറ്ററിൽ റിലീസായ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ 2 പ്രാവശ്യം കാണുന്നത്. സാധാരണ എനിക്ക് ഏതെങ്കിലും മൂവിയൊക്കെ ഇഷ്ടപ്പെട്ടാലും തിയേറ്ററിൽ കണ്ടാലും പിന്നെ അത് OTT പ്ലാറ്റ്ഫോമിൽ വരും, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഈ സിനിമ ആക്ച്വലി എനിക്ക് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ വെർത്ത് വാച്ചായിട്ട് തോന്നി. രണ്ടാമത് ഒന്നുകൂടെ ടിക്കറ്റ് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് അത്രയും വെർത്തായിട്ട് തോന്നി. ഞാൻ മാത്രമല്ല, രണ്ടാമത് ഞാൻ കാണാൻ പോയ സമയത്ത് എൻ്റെ ഫാമിലിയെ ഫുള്ള് കൂട്ടിക്കൊണ്ട് പോയി കണ്ടൊരു സിനിമയാണ്. അപ്പോൾ നമ്മുടെ മൂവിയുടെ പേര് നിങ്ങൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കിഷ്കിന്ദ കാണ്ഡം എന്നാണ് മൂവിയുടെ പേര്. മൂവി ഇപ്പോൾ റിലീസായിട്ട് ഐ തിങ്ക് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 15 ദിവസം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി മൂവിയുടെ ഒരു റിവ്യൂ വീഡിയോ അല്ല. റിവ്യൂ നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. എനിക്ക് മൂവി കണ്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അതിൽ അപർണ ബാലമുരളിയുടെ അപർണ എന്ന് പറയുന്ന കഥാപാത്രം കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ അപർണയ്ക്കൊപ്പം സഞ്ചരിച്ച് ഓഡിയൻസ് ആയിട്ടുള്ള നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു അനുഭവത്തെ പറ്റിയുള്ള വീഡിയോ ആണ്. അതിന് 3 തരത്തിലുള്ള സിനിമകളുണ്ട്. മോശം സിനിമ, നല്ല സിനിമ, പിന്നെ മൂന്നാമത്തെ സിനിമയാണ് ഇത്. ഈ സിനിമ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ചോദിച്ചാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുറഞ്ഞ വേർഡായിപ്പോവും. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മോശം സിനിമകൾ നമ്മൾ തിയേറ്ററിലോ OTT പ്ലാറ്റ്ഫോംസിലോ നമ്മൾ എവിടെ കണ്ടാലും ഫ്രീ ആയിട്ട് കണ്ടാലും കാശ് കൊടുത്ത് കണ്ടാലും കണ്ടു കഴിയുമ്പോൾ തന്നെ അയ്യേ ഇത് കണ്ട് വെറുതെ സമയം കളഞ്ഞു, നമ്മുടെ സമയം പോയല്ലോ എന്ന് നമുക്ക് ദുഃഖം തോന്നും. ഇനി നല്ല സിനിമകളാണെങ്കിൽ കുറച്ച് സമയം പോയെങ്കിലും കുഴപ്പമില്ല, തിയേറ്റർ വരെ വന്നെങ്കിലും കുഴപ്പമില്ല, കുറച്ച് എക്സ്പെൻസ് ആയാലും 150 രൂപയുടെ ടിക്കറ്റ് എടുത്തെങ്കിലും കുഴപ്പമില്ല, വെറുത്ത് വാച്ചായിരുന്നു, വൺ ടൈം വാച്ചാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് നമ്മുടെ രണ്ടാമത്തെ നല്ല സിനിമകൾ. ഇനി നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള, അതായത് സിനിമ ഒരു അനുഭവമായിട്ടുള്ള സിനിമ എന്ന് പറയുന്ന ആ ഒരു ഫീല് നമുക്ക് ഉള്ളിൽ തരുന്ന ഒരു സിനിമകളാണ് കിഷ്കിന്ദ കാണ്ഡം പോലുള്ള മൂവീസ്. ഇങ്ങനെയുള്ള മൂവീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമകൾ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കും. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യും, ആ സിനിമയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ കണ്ടെത്താൻ നോക്കും. കൂടുതലും ത്രില്ലർ സിനിമകളിലാണ് ഇങ്ങനെയുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. എനിക്ക് കിഷ്കിന്ദ കാണ്ഡത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ഫീൽ തന്ന സിനിമ എന്ന് വെച്ചാൽ ധ്രുവങ്ങൾ 16 എന്ന് പറയുന്ന സിനിമയായിരുന്നു. ആ സിനിമ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് ആക്ച്വലി ഇതുപോലത്തെ സ്ലോ ബേൺ ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ധ്രുവങ്ങൾ 16 കണ്ടു കഴിഞ്ഞ സമയത്തേക്ക് അങ്ങനെ വരേണ്ടായിരുന്നു, ഇങ്ങനെ വരേണ്ടായിരുന്നു, എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കുറേ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കിഷ്കിന്ദ കാണ്ഡം മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കുറച്ച് ഫൈൻഡിങ്സും അതുപോലെ അവിടെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇതിങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ എൻ്റെ കുറച്ച് ഡീകോഡിംഗ് ആണ്. കിഷ്കിന്ദ കാണ്ഡം ഡീകോഡിംഗ് ബൈ കൂൾ സോൾ, അതായിരിക്കും ഈ വീഡിയോ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്പോയിലേഴ്സ് വേണ്ട, സ്പോയിലേഴ്സ് ഇടരുത്, അങ്ങനെയൊക്കെ അഭിപ്രായമുള്ളവർ പ്ലീസ് ഈ വീഡിയോ കാണാതിരിക്കുക. എന്തായാലും ഈ വീഡിയോ കാണാൻ പോകുന്ന 100 പേരായിരിക്കും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്പോയിലേഴ്സ് വെളിയിലായി ഇരുന്ന താഴെ എനിക്ക് ഹേറ്റ് കമൻസ് വരുമെന്നുള്ള പേടിയൊന്നുമില്ല. എന്നാലും സിനിമയുടെ സ്പോയിലേഴ്സ് അറിയാതെ തന്നെ സിനിമ കാണുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കിഷ്കിന്ദ കാണ്ഡം തിയേറ്ററിൽ പോയി കാണാൻ നേരത്ത് ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ട്രെയിലർ പോലും കാണാതാണ് പോയത്. അപ്പോൾ സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്നാണ്, ചച്ചുവിൻ്റെ ബോഡി എവിടെയാണ്, ചച്ചുവിൻ്റെ ബോഡിക്ക് എന്ത് സംഭവിച്ചു ചച്ചു എന്ന് നമ്മളെല്ലാവരും മനസ്സിലൊരു ഊഹം ഉണ്ടായിരിക്കും. എൻ്റെ മനസ്സിലൊരു ഊഹമുണ്ട്. ഒരു 95% അത് തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഞാനല്ലല്ലോ സ്റ്റോറി എഴുതിയത്. ചച്ചുവിൻ്റെ ബോഡിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് നമുക്ക് ചച്ചുവിൻ്റെ ക്യാരക്ടർ നോക്കിയാലോ. അപ്പോൾ ചച്ചു എന്ന് പറയുന്ന കുട്ടി മിസ്സിങ് ആവുന്ന സമയത്ത് അതിനായിട്ട് 7 വയസ്സുള്ള കുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. 7 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. ചാടുന്നു, പറയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് സിനിമയിൽ കാണാം. അതുപോലെ തന്നെ പിന്നെ ചച്ചുവിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ചച്ചുവിന് ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്ന വരെ ഗെയിം കളിക്കുന്നതാണ് പറയുന്നത്. ഇനി അത് എന്ത് തരത്തിലുള്ള ഗെയിം ആണെന്ന് ചോദിച്ചാൽ അതൊരു ഷൂട്ടിംഗ് ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചച്ചുവിന് ഈ ഗൺസിനോടൊക്കെ ഇത്ര താല്പര്യം തോന്നാനുള്ള റീസൺ. പിന്നെ അതേപോലെ ഈ സിനിമയിൽ എവിടെയും നിങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല. ചച്ചു ഇന്ന തരത്തിലുള്ള ഒരു കുട്ടിയാണ്, ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മുടെ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല. സിനിമയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇവർ കുറച്ച് ക്ലൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലൂസ് എല്ലാം നമ്മളിങ്ങനെ ഡോട്ട്സ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടുന്നത്. അപ്പോൾ ചച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചച്ചു ഹൈപ്പർ ആക്റ്റീവാണ്, ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ചച്ചുവിൻ്റെ പേരൻസിന് ചച്ചുവിനെ നേരവണ്ണം നോക്കാൻ പറ്റിയിട്ടില്ലെന്ന് ആസിഫലിയുടെ കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസണായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രവീണയ്ക്ക് ക്യാൻസറാണ്. അപ്പം അതിൻ്റെ ടെസ്റ്റും കീമോയും ഒക്കെ ആയിട്ട് പേരൻസ് എപ്പോഴും ബിസി ആയിരുന്നു. പിന്നുള്ള ഒരാളെന്ന് വെച്ചാൽ വിജയരാഘവൻ്റെ കഥാപാത്രമായ ഗ്രാൻഡ് ഫാദറിനെ പറ്റി പറയുന്നത് ആർമി ചിട്ടയാണ്. അതേപോലെ തന്നെ തീരെ അഫെക്ഷനേറ്റ് അല്ലാത്ത ഒരാളാണ്. 500 എന്നൊക്കെയാണ് വിജയരാഘവൻ്റെ മൂത്ത മകൻ ആസിഫ് അലിയോട് പറയുന്നത്. അച്ഛനെ പറ്റി പറയുന്നത് 500 എന്നാണ്. അപ്പോൾ അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ വളരുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചച്ചുവിൻ്റെ ക്യാരക്ടറിനെ പറഞ്ഞത്. അതുപോലെ തന്നെ ചച്ചു ഇതിനു മുമ്പ് 2 പ്രാവശ്യം വീട് വിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചച്ചു പറഞ്ഞ കഥകളും അവനെ കണ്ടെത്തിയ സ്ഥലവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ചച്ചു എന്തിനായിരിക്കും ഗണ്ണെടുത്ത് ആ കുരങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ ക്ലൂസ് നമുക്ക് സിനിമയിൽ നിന്ന് തന്നെ കിട്ടും. ചച്ചുവിൻ്റെ മെയിൻ എനിമിയായിട്ട് ആസിഫ് അലിയുടെ കഥാപാത്രം പറയുന്നത് കുരങ്ങന്മാരെ തന്നെയാണ്.
ചച്ചുവിന് എന്തുകൊണ്ടായിരിക്കും കുരങ്ങന്മാരോട് ഇത്ര ശത്രുത എന്നുള്ളതിന്റെ റീസൺ അവിടെ തന്നെ പറയുന്നത്. ചച്ചുവിന്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഈ കുരങ്ങന്മാർ എടുത്തുകൊണ്ട് പോകും, അതുകൊണ്ടാണ് ചച്ചുവിന് ഇത്ര ദേഷ്യം. ഈവൻ ചച്ചു മിസ്സിങ് ആവുന്നതിന് ഒരു ദിവസം മുമ്പ് കീമോ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് ചച്ചുവിന്റെ കയ്യിൽ നമുക്ക് പുതിയൊരു ടോയ് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ സീനിൽ ചച്ചു കയറി വരുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക്കിൽ ഒരു മഞ്ഞ കളറിലെ ലോറി, അതുപോലെ ഒരു പുതിയ ടോയ് കാണാം. ഈ ടോയ് ഇവിടെ അല്ലാണ്ട് നമ്മൾ ഇതിനു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എവിടെയാണെന്നല്ലേ, സിനിമയുടെ തുടക്കത്തിൽ അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ നിലത്ത് നിന്ന് എടുക്കുന്നുണ്ട്. അതായത് മരത്തിന്റെ മേളിൽ ആള് കയറുന്ന സമയത്ത് മരം കുലുക്കിയിരുന്ന സമയത്ത് ചച്ചുവിന്റെ ഈ ടോയ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഡോട്ട്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചച്ചുവിന്റെ ക്യാരക്ടർ എന്തുകൊണ്ടായിരിക്കും അന്ന് ആ കുരങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഗണ്ണ് പോയി എടുത്തതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും പുതിയതായിട്ട് വാങ്ങിക്കൊടുത്ത തന്റെ ഏറ്റവും പുതിയ ടോയ് വീണ്ടും ആ കുരങ്ങന്മാർ എടുത്തോണ്ട് പോയതിന്റെ ദേഷ്യത്തിലാണ് ചച്ചു പോയിട്ട് ആ ഗണ്ണ് എടുത്തോണ്ട് വന്നതെന്നാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ചച്ചു ഇത് ആദ്യമായിട്ടാണോ ചെയ്യുന്നതല്ല, ചച്ചു ഗണ്ണ് ആദ്യമായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവും. പക്ഷെ ആസിഫ് അലിയുടെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് ചച്ചു ഇതിനു മുമ്പ് എലിക്കടി വെച്ചൊക്കെ കുരങ്ങന്മാരെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് തൻ്റെ കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ആളെ തൻ്റെ ഗെയിംസിൽ താൻ ചെയ്യുന്നത് പോലെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലണം എന്നുള്ള ചിന്ത ചച്ചുവിൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈവൻ എലിക്കണി വെച്ചുകൂടി അങ്ങനെ കുരങ്ങന്മാരെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ചച്ചുവിൻ്റെ മൈൻഡ് എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഗണ്ണെടുക്കുക, ഷൂട്ട് ചെയ്യുക, കുരങ്ങനെ കൊല്ലുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് ചച്ചു ഇന്റൻഷനലി ചെയ്തൊരു കാര്യമാണ്, അല്ലാതെ അറിയാതെ ചെയ്തൊരു കാര്യമല്ല. ഇനി ചച്ചുവിനെപ്പോലുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഗണ്ണിൽ ലോഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അതൊരു ക്വസ്റ്റ്യനേ അല്ല. ചച്ചുവിന് അത്യാവശ്യം ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ചച്ചുവിൻ്റെ അച്ഛൻ തന്നെ പറയുന്നത്. അപ്പം അത്യാവശ്യം ഇംഗ്ലീഷ് മനസ്സിലാവുന്ന, അതേപോലെ തന്നെ അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള, യൂട്യൂബിനോടും അതേപോലെ ഇന്റർനെറ്റ് ആക്സസും ഉള്ള ഒരാൾക്ക് ഒരു ഗണ്ണ് എങ്ങനെ ലോഡ് ചെയ്യണമെന്ന് പഠിക്കാൻ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ചച്ചുവിനെ പറ്റിയുള്ള ഒരു ക്യാരക്ടർ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ചച്ചുവിന്റെ ബോഡിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ചച്ചുവിനെ എവിടെയായിരിക്കും കുഴിച്ചിട്ടുണ്ടാവുക. ഇതിന് ആൻസർ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ത്രില്ലർ സിനിമകൾ കാണുമ്പോൾ ബോഡി പോലീസ് കണ്ടെടുത്തുകൂടാ, ബോഡി പോലീസ് ഒരിക്കലും കണ്ടെത്തിക്കൂടാ എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്താണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ബോഡി ഭയങ്കര വികൃതമാക്കുന്നു, ഫിംഗർ പ്രിന്റ്സ് കളയാൻ വേണ്ടി ചെയ്യുന്നു, അതേപോലെ തന്നെ ബോഡി പല പാർട്സായിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെ പല ക്രൂരമായിട്ടുള്ള മെത്തേഡ്സിലൊക്കെയാണ് ഈ ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ചച്ചു ഒരു 7 വയസ്സുള്ള കുട്ടിയായതുകൊണ്ടും അതേപോലെ വിജയരാഘവന്റെ കൊച്ചുമകനാണ്. സോ വിജയരാഘവനാണ് ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ സ്വന്തം കൊച്ചുമകൻ അത്രയ്ക്ക് നികൃഷ്ടമായിട്ടൊന്നും ബോഡി ഡിസ്പോസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ചച്ചുവിൻ്റെ ബോഡി കുഴിച്ചിട്ടിരിക്കുന്ന ആ പറമ്പിൽ തന്നെ ആയിരിക്കും. അശോകന്റെ ക്യാരക്ടർ വരുമ്പോൾ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, ഈ ഭാഗത്തൊക്കെ ആ കുറ്റിപ്പുല്ല് മാത്രം കിഴിച്ച് നിൽപ്പുള്ളതെന്ന് പറയുന്നുണ്ട്. അതുപോലെ വിജയരാഘവൻ സ്ഥിരമായിട്ട് പോയിട്ട് അവിടെ തീ ഇടുന്നതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വിജയരാഘവൻ അവിടെ തീ ഇടുന്നത് കൊണ്ട് തന്നെ ചച്ചുവിൻ്റെ ബോഡി അവിടെ തന്നെ ആയിരിക്കും കുഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ഓപ്പോസിറ്റ് പോയിന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പറമ്പിൽ കുഴിച്ചിട്ടാൽ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അതെ, കുരങ്ങനെയും പറമ്പിൽ തന്നെയാണല്ലോ കുഴിച്ചിട്ടത്, കുരങ്ങനെ കണ്ടുപിടിച്ചില്ലേ? ശരിക്കും പറഞ്ഞാൽ കുരങ്ങനെ കുഴിച്ചിട്ട പറമ്പ് 2 വർഷം കഴിഞ്ഞപ്പോൾ വിൽക്കുകയാണ് ചെയ്തത്. തൊട്ടടുത്തുള്ള അയൽവാസിക്ക് വിൽക്കുകയാണ് ചെയ്തത്. അയൽവാസിക്ക് വിൽക്കുന്ന സമയത്ത് വിജയരാഘവന്റെ കഥാപാത്രത്തിന് ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ കുഴിക്കുന്ന സമയത്ത് ഈ കുരങ്ങന്റെ ബോഡി എന്തായാലും കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഓണർഷിപ്പ് ഇത്ര നാൾ മുമ്പ് തൻ്റെ കയ്യിലായിരുന്നത് കൊണ്ട് തനിക്ക് നേരെ ചോദ്യം വരും എന്നയാൾക്ക് ആലോചിച്ചൂടെ? അപ്പോൾ ആസിഫ് അലിയുടെ കഥാപാത്രം ഭാര്യയെ ഹോസ്പിറ്റലിലാക്കി ഒരു 4 മണിക്കൂർ അല്ലെ 5 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ബ്ലഡിന്റെ സ്റ്റെയിൻസോ അതേപോലെ ബോഡിയോ ഇല്ല. അതിനർത്ഥം ഇത്രയും ചെറിയ സമയം കൊണ്ട് തന്നെ ഈ ബോഡി ഡിസ്പോസ് ചെയ്യുകയും വേണം. പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്തുകൊണ്ട് തന്നെ സെർച്ച് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടോ. അപ്പോൾ ആ കാട്ടിലും അതേപോലെ തന്നെ പുഴയിലും അതേപോലെ അടുത്തുള്ള പരിസരങ്ങളിലും എല്ലാം ഓൾറെഡി പോലീസിന്റെ സെർച്ച്. അത് 7 ദിവസമുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ പോലീസിന്റെ സെർച്ച് എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ സെർച്ച് നടത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്രവീണയുടെ അനിയന്റെ ക്യാരക്ടർ ചച്ചുവിന് വേണ്ടിയിട്ട്, ചച്ചുവിന്റെ കഥാപാത്രത്തെ കാണാതെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ആ കുട്ടിയുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും എങ്ങനെയാണ് തെരച്ചിൽ നടത്തുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അവരൊക്കെ എന്തോ ഒരു ആക്റ്റീവായിട്ട് ചച്ചുവിന്റെ ബോഡിക്ക് വേണ്ടി തേടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചച്ചുവിന്റെ ബോഡി ഒരിക്കലും വിജയരാഘവന്റെ ക്യാരക്ടർ ഈ പറമ്പ് വിട്ട് വേറൊരിടത്തേക്ക് കുഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഈ പറമ്പിൽ എവിടെയാണ് ചച്ചുവിന്റെ ബോഡി സ്പെസിഫിക് ആയിട്ട് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്ഥലത്ത് ഒരു ആഞ്ഞിലിയെ പറ്റി പറയുന്നുണ്ട്. ആഞ്ഞിലിയുടെ കമ്പ് മുറിക്കണം എന്ന് പറഞ്ഞിട്ട്. അതായത് ആസിഫ് അലിയുടെ ക്യാരക്ടർ ഭാര്യയെ ഹോസ്പിറ്റലിലാക്കി തിരിച്ചു വരുന്ന സമയത്ത് വിജയരാഘവൻ കുട്ടിയുടെ ബോഡി കുഴിച്ചിട്ട് കഴിഞ്ഞ് ആസിഫിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാം മറന്നു കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ ആഞ്ഞിലിയുടെ കമ്പ് റോഡിലേക്ക് ചരിഞ്ഞ് നിൽക്കുകയാണ്, അത് വെട്ടി മുറിക്കണമെന്ന്. അതേപോലെ അശോകന്റെ ക്യാരക്ടർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങളുടെ പറമ്പ് തന്നെയാണോ, അളക്കേണ്ട കാര്യമുണ്ടോ? അതായത് അയലത്തുകാരനെ അതായത് വിജയരാഘവന്റെ ക്യാരക്ടർ അയലത്തുകാരന് കൊടുത്ത അയലമില്ല, ആ വിറ്റ സ്ഥലം, ആ വിറ്റ സ്ഥലത്തിന് അതിർത്തിയായി നിൽക്കുന്ന ആഞ്ഞിലി മരത്തിന്റെ ചോട്ടിലായിരിക്കും ചച്ചുവിന്റെ ബോഡി ഉണ്ടാവുക.
ഇത് ഭയങ്കര കോമൺ ആയിട്ട് കമന്റ്സിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് മകൻ മരിച്ച് ഭാര്യ മരിച്ച് 2 വർഷത്തിനുള്ളിൽ ആസിഫ് അലി എങ്ങനെയാണ് അപർണ ബാലമുരളിയെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് സില്ലി ആയിട്ട് തോന്നും. കാരണം മൂവിയിൽ എവിടെയും അപർണയും അതേപോലെ തന്നെ ആസിഫ് അലിയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, ലവ് ബേർഡ്സ് ആണ്. ഈവൻ ദോ അവർ കല്യാണം കഴിച്ച ദിവസം തൊട്ട് തന്നെയുള്ള സീൻസ് ആണ് കാണുന്നത്. ആ സീൻസിൽ എവിടെയും അവർ ഭയങ്കര പ്രണയിക്കുന്ന 2 പുതുമോടികളായിട്ടുള്ള അവരെ കാണിക്കുന്നത് എങ്ങനെയാണ്? അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 2 പാർട്ട്നേഴ്സ് ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആസിഫ് അലിയുടെ കഥാപാത്രത്തിന്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഭാര്യ മരിച്ചു, മകൻ മരിച്ചു, അച്ഛന് ഡെമൻഷ്യയാണ്, അതേപോലെ തന്നെ ഒട്ടാറിന് ഒരു ബ്രദർ എന്ന് പറയുന്നത് പുറത്താണ്. അപ്പോൾ സ്ഥിരം വീഡിയോ കോളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് വന്ന ഒരു കഥാപാത്രമാണെങ്കിലോ അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ, അതുകൊണ്ടായിരിക്കും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലായിരിക്കുമെങ്കിൽ അവർ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇത് അല്ല, ഈ റീമാരേജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ കഥയിൽ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അതിൽ എനിക്ക് വല്ല ഡൗട്ട്സോ അല്ലെങ്കിൽ ആകെ ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ബോഡി എവിടെയായിരിക്കും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി. പിന്നെ ഈ സിനിമ മോറലി ഭയങ്കര റോങ് ആണെന്ന് പറയുന്നുണ്ട്. ഈ സിനിമയിൽ എവിടെയും ഈ കഥാപാത്രമെല്ലാം ആക്ച്വലി ഭയങ്കര വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇവർ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, ഇവരെല്ലാം നല്ല നന്മയുള്ള ആൾക്കാരാണെന്ന് പറയുന്നില്ല. കൺസേൺസ് ആണ് ഇവരെ ചേർത്ത് നിർത്തുന്നതെന്നാണ് പറയുന്നത്. അതായത് മകൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ പിന്നുള്ളത് വൈഫാണ്. വൈഫിനെ ടേക്ക് കെയർ ചെയ്യുക, വൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാന്നാണ് ആസിഫ് അലി വിചാരിച്ചത്. അതേപോലെ ചെറുമകൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയ സമയത്ത് മകനെയും മരുമകളെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിജയരാഘവന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയത്. അതേപോലെ തന്റെ ഭർത്താവിന്റെ മകനും വൈഫും മരിച്ചു കഴിഞ്ഞു, ഭർത്താവിനെയും ഭർത്താവിന്റെ അച്ഛനെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ എടുത്ത ഡിസിഷൻ. സോ മൊറാലിറ്റിയെക്കാളും കൂടുതൽ സിനിമയുടെ ക്ലൈമാക്സിൽ പറയുന്ന പോലെ തന്നെ കൺസേൺ ആണ് ഇവരെ ചേർത്ത് നിർത്തുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവിയായിരുന്നു. സിനിമ കാണാതെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഗോ ആൻഡ് വാച്ച് ദ മൂവി നൗ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.